വന്ദേ മാതരം. സ്മൃതി, ഞാൻ 2015-16 കാലഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടുന്ന് സ്വയം ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് ഒരു കത്ത് കൊടുത്തിട്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം അവിടുത്തെ അഴിമതിയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് യുദ്ധം ചെയ്തു. ഒരേ സമയം പിന്നെ ഒരു ദേവസ്വം മിനിസ്റ്ററുടെ അനിയന്, അയാൾ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു, അയാളെതിരായിട്ട് യുദ്ധം ചെയ്തു. ഒരുപാട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് ശബരിമലയ്ക്ക് പുറത്ത് ഒരു IPS ഉന്നതൻ, പിന്നെ ഒരാൾ എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. ഇവന്മാരെല്ലാം കൂടെ ഒരു കുറുമുന്നണി ഉണ്ടാക്കി എന്നെ ദേവസ്വം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേ ഇവന്മാർ ഈ IPS ഉന്നതൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇത് ചെയ്തു. എനിക്കെതിരായിട്ട് ഒരുപാട് അലിഗേഷനൊക്കെ പറഞ്ഞ് അവസാനം ദേവസ്വം ബോർഡ് ഹൈക്കോടതി തോട്ടത്തിൽ വീരാകൃഷ്ണ സാർ നേരിട്ട് അന്വേഷിച്ചു. സിംഗിൾ ഹാൻഡഡായിട്ട് വന്ന് എന്നെപ്പറ്റി ഞാൻ അറിഞ്ഞില്ല. അന്വേഷിച്ചിട്ട് അവസാനം ഓർഡർ ഇറക്കി. അപ്പോൾ അത് തോറ്റു കഴിഞ്ഞു. എന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ കുറുമുന്നണി, ഈ IPS ഉന്നതൻ, പിന്നെ ഞാൻ IPS ഉന്നതനെതിരായിട്ട് 20 വർഷം പോലീസിൽ ഫൈറ്റ് ചെയ്തതാണ്. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും അറിയാം. ഈ IPS ഉന്നതൻ, ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ, ഇവർ ചേർന്ന് പ്ലസ് ദേവസ്വം മിനിസ്റ്ററുടെ, അന്നത്തെ ദേവസ്വം മിനിസ്റ്ററുടെ അനിയൻ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഭീകരമായ അഴിമതിയാണ് അവിടെ നടത്തിയത്. അതിനകത്ത് നമ്മുടെ തന്ത്രിയും തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റഡാറിൽ തന്ത്രിയും തന്ത്രിയുടെ ശിഷ്യനും മേൽശാന്തിയും ഉണ്ടായിരുന്നു. ഞാൻ മേൽശാന്തിയെ കയ്യോടെ പിടിച്ചു. ഞാനും SI പ്രശാന്തും കൂടെ കയ്യോടെ പിടിച്ചു. പൈസ വാങ്ങിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യിച്ചു. പക്ഷേ തന്ത്രിയെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ തന്ത്രിയെ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം തന്ത്രിയുടെ കാലിൽ ഞാൻ നോക്കിയപ്പം അവിടെ ഇരുട്ടാണ്, ഒരാൾ കിടക്കുന്നു. അപ്പോൾ ഇയാൾ കഷ്ടപ്പെട്ട് എണീക്കാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കി, ഇതാരാ ഈ പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഈ തന്ത്രിയുടെ കാല് കിടക്കുന്നത്. ഞാൻ നോക്കിയപ്പം അന്നത്തെ ദേവസ്വം സെക്രട്ടറി, ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം സീനിയർ IAS ഓഫീസറാണ്. തന്ത്രിയുടെ കാല് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്കെതിരായിട്ട് ഞാനന്ന് SP അല്ലേ, IPS ഓഫീസർക്ക് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ ഒരുപാട് റിപ്പോർട്ടുകൾ പ്രസിഡന്റിന് കൊടുത്തു, മറ്റേ ഇവർക്ക് കൊടുത്തു, പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തു. അവസാനം ഞാൻ ഈ പ്രയാർ ഗോപാലകൃഷ്ണന് ഞാൻ എഴുതി കൊടുത്തു, സാറിന് ഇവിടെയുള്ള സകല കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും അടുത്താണ് സാർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ വിജിലൻസ് ചീഫാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് 7-8 പ്രാവശ്യം പറഞ്ഞു, I just want to talk to you for 5 minutes. സാറ് എനിക്ക് തന്നില്ല. സാറിന് യുവമാരുടെ അടുത്ത് സംസാരിക്കാൻ സമയമുണ്ട്, ഞാൻ പോകുന്നു, ഇനി ഞാൻ ഇവിടെ തുടരില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.